നിഞ്ച കാമോ ഒരു കിടിലൻ ആക്ഷൻ ആനിമേ സീരീസാണ്. സോ ഇന്നലെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളത്. ടോട്ടൽ 13 എപ്പിസോഡ്സ് ആണല്ലോ. ആദ്യം 12 എപ്പിസോഡ്സ് എന്ന് പറഞ്ഞായിരുന്നു, ബട്ട് ഇപ്പോൾ 13 എപ്പിസോഡ്സ് ആക്കി. സോ ഫുള്ളി ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഉള്ള കിടിലൻ സീരീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാര്യമായിട്ട് ഫുള്ളായിട്ട് ആക്ഷൻ സീക്വൻസേ ഉള്ളൂ. തുടക്കം ആക്ഷൻ സീക്വൻസിൽ തുടങ്ങി പിന്നെ അവസാനിക്കുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ആണ്. അതായത് ഓരോ എപ്പിസോഡ്സിലും ഓരോ ആക്ഷൻ സീക്വൻസ് എങ്കിലും മിനിമം ഇത് ഉണ്ടാവും. അങ്ങനത്തെ ഒരു മൂഡുള്ള ഒരു ആനിമയാണ്. സോ ആക്ഷൻ ഇഷ്ടമുള്ളവരെ ഒരിക്കലും മിസ്സാക്കുന്നതാണ് ഈ ഒരു ആനിമേനെ പറ്റി പറയാനുള്ളൂ. സോ ആക്ഷൻ മാത്രമല്ല നല്ലൊരു ഗംഭീര സ്റ്റോറി ലൈൻ ആനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ നല്ലൊരു കിടിലൻ ആനിമേഷനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൊണ്ടും ഒരു കിടിലൻ ഫൈറ്റ് സീക്വൻസ് എല്ലാം ഉള്ള ഗംഭീര ആനിമേറ്റുള്ള ഫീൽ ചെയ്തു. സോ ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ ഒരു റിവെഞ്ച് മൂഡ് ലൈനിൻ്റെ സ്റ്റോറി ലൈൻ തുടങ്ങുന്നതെങ്കിലും പിന്നെ ഒരു മോഡായി ചേഞ്ച് ആണ് സ്റ്റോറി ലൈൻ്റെ. അതായത് ഈ സ്റ്റോറി ലൈൻ ഓരോരോ എപ്പിസോഡ് കഴിയുമ്പോൾ ബിൽഡ് ചെയ്ത് വരികയാണ് ചെയ്തത്. സോ അതാണ് ഇതിൻ്റെ അകത്ത് സ്റ്റോറി ലൈൻ ഇങ്ങനെ വേരിയേഷൻ വരും. കുറേയധികം ലേയേഴ്സ് ഉള്ളൊരു ആനിമയാണ്. ഇപ്പോൾ റിവെഞ്ചും ഫ്രണ്ട്ഷിപ്പും ലവ് അങ്ങനത്തെ കുറേ സാധനങ്ങളുള്ളൊരു മിക്സ്ഡ് ആക്കിയുള്ള ഒരു ആനിമയാണ്. കുറച്ച് പൊളിറ്റിക്സും കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാ പറഞ്ഞാൽ മൊത്തം ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു ആനിമ തന്നെയാണ്. കുറേ വലിച്ച ഒരു ആക്ഷൻ സീക്വൻസ് തരുന്നതെങ്കിലും ഇവർ ആ സ്റ്റോറി ലൈനെ നല്ല ഈക്കനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് എവിടെയെങ്കിലും പാളിപ്പോയാൽ ശരിക്കും പറഞ്ഞ് തീർന്നു. ബട്ട് ലാസ്റ്റ് ഒരു എപ്പിസോഡ്സും കാര്യങ്ങളും വരുമ്പോൾ ഇവർ റഷ് ചെയ്ത് തീർത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ലൈനും ഒരു ഫൈറ്റ് സീക്വൻസ് എല്ലാം കൂടി റഷ് ചെയ്ത് എന്ത് ചെയ്ത പോലെ എനിക്ക് തോന്നി. സോ മൊത്തത്തിൽ നല്ലൊരു എൻഡിങ് കൂടി തന്നൊരു സീസൺ തന്നെയാണ്. ഇതിൻ്റെ സീസൺ 2 കാര്യങ്ങൾ വരുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു പ്രോപ്പർ എൻഡിങ് ഒരു ആനിമയ്ക്ക് കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ ഒരു ആനിമേൻ്റെ സ്റ്റോറി ലൈനിലേക്ക് വരുവാണെങ്കിൽ ഒരു ഹീഗാണ് ഒരു ക്യാരക്ടർ. സോ ഒരു ക്യാരക്ടർ ഒരു നിഞ്ച ഓർഗനൈസേഷൻ തന്നെ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെടുന്നു. സോ ഒരു ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട ഹീഗാന്ന് ഒരു ക്യാരക്ടർ പിറകെ തന്നെ ഈ ഒരു നിഞ്ച ഓർഗനൈസേഷൻ തന്നെ പോകുന്നുണ്ട്. സോ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സും കാര്യങ്ങളാണ് എടുത്ത് കാണിക്കേണ്ടത് ആനിമേ മൊത്തം. സോ ഇത് മാത്രമല്ല കുറേയധികം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു നിഞ്ച ടെക് കമ്പനി ഇവരെ ഇടയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ആനിമയാണ്. സോ മൊത്തത്തിൽ അതാ പറഞ്ഞാൽ ഒരു അടിപൊളി സ്റ്റോറി ലൈന് വരെ ബിൽഡ് ചെയ്ത് പോകുന്ന അതിൻ്റെ ആക്ഷൻ സീക്വൻസും കൊണ്ടുവരുന്നുണ്ട്. നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസിലേക്ക് വരുന്നതാണെങ്കിൽ എല്ലാം പറയണം. അത് ആനിമേഷനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം പറയണം. അതിൻ്റെ ആനിമേഷൻ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ആനിമേഷനാണ്. നല്ല ക്വാളിറ്റി ആനിമേഷൻ അതിൻ്റെ അത് കൊടുത്തിട്ടുള്ളത്. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. എസ്പെഷ്യലി റോബോട്ടിക് ആയിട്ടുള്ള കുറേ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ നിഞ്ച എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടെക് നിഞ്ച ആയിട്ടാണ് ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് മൊത്തം ഒരു ട്രാൻസ്ഫോമേഴ്സ് അങ്ങനത്തെ സാധനങ്ങളും പോലത്തെ സാധനങ്ങളാണ്. അധികം കണ്ടാൽ മനസ്സിലാവും, സ്പോയിലർ ആക്കുന്നില്ല. സോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നല്ലൊരു അത്യാവശ്യം ചെറിയ ഫ്ലോ ആയിട്ടുള്ള ആനിമേഷൻസും കാര്യങ്ങളും ഇത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കുഞ്ഞു മൊത്തം ഫ്ലോ അല്ല, ബട്ട് ചെറിയ ഫ്ലോ ആയിട്ടുള്ള ആനിമേഷൻസും കാര്യങ്ങളും ഇത് ഇവർ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം നല്ല രീതിക്ക് ബലിച്ചിട്ടുണ്ട് ഈ ഒരു ആനിമേഷൻ കാര്യങ്ങൾ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറഞ്ഞേ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു ആനിമയിൽ ഇത്രയും ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ കിട്ടില്ല. അതായത് ഒരു ഫൈറ്റ് സീക്വൻസിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് ഇംഗ്ലീഷ് ട്രാക്സും കുറച്ച് സാധനങ്ങളും വെച്ചിട്ട് ഒരു മൊത്തത്തിൽ ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അതിൻ്റെ അത് കൊടുത്തുള്ളത്. അതായത് ഫൈറ്റ് സീക്വൻസിലേക്ക് വരുമ്പോൾ ഒരു പെടപ്പിക്കലുണ്ട്, കണ്ട് മനസ്സിലാക്കുക. അതായത് ആനിമേഷൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം കൂടി ഈ ഫൈറ്റ് സീക്വൻസ് വരുമ്പോൾ വേറെ തന്നെ ലെവലാണ്. അതാണ് ഈ ഒരു നിഞ്ച കാമേൻ്റെ ആനിമയിൽ പ്രൈമറായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് നിഞ്ച എന്ന് പറഞ്ഞാൽ ഫുൾ ഓർഗനൈസേഷൻ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ ഒരു ടെക് ആ ഒരു കാര്യങ്ങളും വന്നാൽ ഈ നിഞ്ച ഓർഗനൈസേഷൻ എങ്ങനെ നിലനിൽക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അത് പ്രൈമറായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. സോ ആ ഒരു കാര്യങ്ങളും ഞാൻ മുന്നത്തെ ആനിമേസിലും മൂവീസിലും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന കാണില്ല. സോ ഒരു കോൺസെപ്റ്റും ഗംഭീര സാധനം തോന്നുന്നു. അതിൻ്റെ അത് മെയിനായിട്ട് ഫുള്ളായിട്ട് ആനിമയിൽ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പേസിംഗ് എന്ന് പറയുമ്പോൾ നല്ല ഫാസ്റ്റ് പേസ് തന്നെയാണ് പോകുന്നത്. ഫസ്റ്റ് ഒരു നല്ലൊരു നോർമൽ പേസ് ഫാസ്റ്റ് പേസിൽ നിന്ന് തുടങ്ങി പിന്നെ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് പേസിൽ അവസാനിപ്പിച്ചൊരു സീരീസാണ്. സോ തുടക്കം അവസാനം ഒരു ഫുള്ളൊരു ആക്ഷൻ പാക്ഡ് സീരീസാണ്. എല്ലാം കൊണ്ട് ആനിമേഷൻ ആട്ടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആട്ടെ എല്ലാം കൊണ്ട് ഗംഭീരമാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു വില്ലനും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ വില്ലൻ്റെ ഒരു ആർക്കും നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഗംഭീര വലിയ വില്ലെന്ന് പറയാനില്ല, ബട്ട് ആ ഒരു ഈ ആനിമയ്ക്ക് പറ്റിയ നല്ലൊരു വില്ലായിട്ട് തന്നെ തോന്നി. സോ മൊത്തത്തിൽ നോക്കിയാൽ അതിൻ്റെ ആക്ഷൻ സീക്വൻസ് മാത്രമായിട്ട് വേണമെങ്കിൽ ഈ ആനിമ കാണാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. എല്ലാ എപ്പിസോഡ്സും ഗംഭീരമായിട്ടുള്ള കിടില ആക്ഷൻ സീക്വൻസും കാര്യങ്ങളുണ്ട്. സോ ടോട്ടൽ 13 എപ്പിസോഡ്സ് എല്ലാം കണ്ടിട്ടാണ് എന്തായാലും കണ്ടു നോക്കുക. എനിക്ക് ഇത്രയും ആനിമയെ പറ്റി പറയാനുള്ളൂ. കൂടുതൽ പറഞ്ഞ സ്പോയിലർ എന്ന് പറയുള്ളൂ. സോ ഒരു മസ്റ്റ് വാച്ച് ആനിമയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു, കണ്ടിട്ടാൽ എന്തായാലും കണ്ടു നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.